ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷൻ പെർമ്യൂട്ടേഷൻസ് ഓഫ് നോൺ ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് ആണ്. ലാസ്റ്റ് സെഷൻ നമ്മൾ ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സിൻ്റെ പെർമ്യൂട്ടേഷൻ കണ്ടായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്ന നോൺ ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സിൻ്റെ പെർമ്യൂട്ടേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ റൂട്ട്, ഇതൊരു 4 ലെറ്റേഴ്സ് ഉള്ളൊരു വേർഡാണ് അല്ലേ. ഇവിടെ 2 ലെറ്റേഴ്സ് ഓ ആണ്, അതായത് ലെറ്റേഴ്സ് ഡിസ്റ്റിങ്ക്ട് അല്ല. 2 ലെറ്റേഴ്സ് ഓ എന്നുള്ള ലെറ്റർ ആണ്. ഈ വേർഡിനെ എത്ര രീതിയിൽ റീ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവിടെ ഈ സെക്കൻഡ് ഓ ഫസ്റ്റ് ഓയും റീ അറേഞ്ച് ചെയ്താലും ഈ വേർഡ്സിന് മാറ്റമൊന്നും വരുന്നില്ല അല്ലേ. രണ്ടും കിട്ടുന്ന എന്ത് തന്നെയാണ്? റൂട്ട് എന്നുള്ള വേർഡ് തന്നെയാണ്. ഇനി ടി ഫസ്റ്റ് എഴുതി ആർ ലാസ്റ്റ് എഴുതുവാണെങ്കിൽ ഇവിടെ നമുക്ക് 2 അറേഞ്ച്മെൻറ്റ്സ് കിട്ടും. അതായത് ഇവിടെ ഫസ്റ്റോ സെക്കൻഡോ ഫസ്റ്റോ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ. രണ്ടും നമുക്ക് കിട്ടുന്നത് ഒരേ വേർഡ് തന്നെയാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് പഠിച്ച പെർമ്യൂട്ടേഷൻ ഉപയോഗിച്ച് ഇവിടെ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെർമ്യൂട്ടേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു തിയറം നോക്കാം. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് വെയർ p ഒബ്ജക്ട്സ് ആർ ഓഫ് ദി സെയിം കൈൻഡ് ആൻഡ് റെസ്റ്റ് ആർ ഓൾ ഡിഫറെൻറ്റ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p ഫാക്ടോറിയൽ. ഇപ്പം നമ്മൾ കണ്ട പ്രോബ്ലത്തിൽ റൂട്ട് എന്നുള്ള വേർഡ് ആയിരുന്നു അല്ലേ. ഇവിടെ 2 ഒബ്ജക്ട്സ് എന്താണ്? സെയിം ആണ്. അതായത് ടോട്ടൽ എത്ര ഒബ്ജക്ട്സ് ഉണ്ട്? അതായത് ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 4 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. അതിനകത്ത് 2 ലെറ്റേഴ്സ് സെയിം ആണ് അല്ലേ. അതായത് ഇവിടെ n ഈസ് ഈക്വൽ ടു 4ഉം p ഈസ് ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ പെർമ്യൂട്ടേഷൻസ് എങ്ങനെ കാണാം? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p ഫാക്ടോറിയൽ ആയിരിക്കും. ദിസ് ഈസ് ഈക്വൽ ടു, ഈ സിറ്റുവേഷനിൽ എത്രയായിരിക്കും ആൻസർ? 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അതായത് ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അതിൻ്റെ പെർമ്യൂട്ടേഷനെ റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സിൻ്റെ പെർമ്യൂട്ടേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ കണ്ട പ്രോബ്ലത്തിൽ 2 ലെറ്റേഴ്സ് ആയിരുന്നു റിപ്പീറ്റ് ചെയ്തത് അല്ലേ. 2 ഓസ് ആയിരുന്നു റിപ്പീറ്റ് ചെയ്തത്. ഇനി വേറൊരു പ്രോബ്ലം നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട്. ഈ പ്രോബ്ലത്തിൽ ഇവിടെ ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഐ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ടി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. 2 ടൈംസ് ഐയും ഉണ്ട്, 3 ടൈംസ് ടിയും ഉണ്ട്. ഇങ്ങനെ വന്നാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു തിയറം നോക്കാം. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് വെയർ p1 ഒബ്ജക്ട്സ് ആർ ഓഫ് വൺ കൈൻഡ്, p2 ആർ ഓഫ് സെക്കൻഡ് കൈൻഡ്, എക്സെട്ര pk ആർ ഓഫ് kth കൈൻഡ് and the rest if any are of different kind is n factorial divided by p1 factorial, p2 factorial, etc. pk factorial. ഇവിടെ ഒന്നിൽ കൂടുതൽ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും പെർമ്യൂട്ടേഷൻ കാണുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ കണ്ട എക്സാമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവിടെ ഐ എന്നുള്ള ലെറ്റർ 1 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഐ എന്നുള്ള ലെറ്റർ 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ടി എടുത്താൽ ടി എന്നുള്ള ലെറ്റർ നമുക്ക് കാണാം 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ടി 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ടോട്ടൽ ലെറ്റേഴ്സ് 1 2 3 4 5 6 7 8 9 അല്ലെ. 9 ലെറ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. അതായത് 9 ഒബ്ജക്ട്സ്, n ഈക്വൽ ടു 9 ആണ് ഇവിടെ. അപ്പോൾ തിയറം അനുസരിച്ച് നമുക്കിത് എങ്ങനെ എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എത്ര വരും? n ഫാക്ടോറിയൽ, n എന്ന് പറയുന്നത് 9 ആണ്. 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, റിപ്പീറ്റ് ചെയ്യുന്നത് ഐയും ടിയും ആണ് അല്ലേ. ഐ റിപ്പീറ്റ് ചെയ്യുന്നത് 2 ടൈംസ് ആണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ ഇൻറ്റു ടി റിപ്പീറ്റ് ചെയ്യുന്നത് 3 ടൈംസ് ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ. അപ്പോൾ തിയറം അനുസരിച്ച് 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ കിട്ടും. ന്യൂമറേറ്ററിൽ വരുന്ന ടോട്ടൽ ഒബ്ജക്ട്സിൻ്റെ ഫാക്ടോറിയലും ഡിനോമിനേറ്ററിൽ വരുന്നത് ഇത് റിപ്പീറ്റഡ് ഒബ്ജക്ട്സ് ആണ്. അതായത് ഐ എന്നുള്ളത് 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ടി എന്നുള്ളത് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫാക്ടോറിയൽസ് ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, നമുക്ക് വേറെയും പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദി നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് അലഹബാദ്. ഇവിടെ അലഹബാദ് എന്നുള്ള വേർഡിൽ നമുക്ക് കാണാം 1 2 3 4 5 6 7 8 9 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് n ഈസ് ഈക്വൽ ടു 9 ആണ് ഇവിടെ. ഇനി റിപ്പീറ്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് ഇതിൽ നോക്കിയാൽ കാണാം എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. എ 1 2 3
4 ടൈംസ് എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി റിപ്പീറ്റ് ചെയ്യുന്നത് എൽ ആണ്. എൽ 1 2 ടൈംസ് ആണ് എൽ റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ടൈംസ് ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എത്ര കിട്ടും? നമ്മുടെ തിയറി അനുസരിച്ച് 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്നത് എ റിപ്പീറ്റ് ചെയ്യുന്നത് 4 ടൈംസ് ആണ്. അപ്പോൾ 4 ഫാക്ടോറിയൽ ഇൻറ്റു എൽ റിപ്പീറ്റ് ചെയ്യുന്നത് 2 ടൈംസ് ആണ്. 2 ഫാക്ടോറിയൽ. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്കിത് മുഴുവൻ എഴുതാതെ തന്നെ ക്യാൻസൽ ചെയ്യാം. അതായത് ഡിനോമിനേറ്ററിൽ വലുത് 4 ഫാക്ടോറിയലാണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ 9 ഫാക്ടോറിയലിൽ 4 ഫാക്ടോറിയൽ വരെയുള്ള ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും? 5 ഇൻറ്റു 6 ഇൻറ്റു 7 ഇൻറ്റു 8 ഇൻറ്റു 9. ഇത് ലാസ്റ്റ് സെഷൻ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്തതാണ്. ഇനി ഡിനോമിനേറ്ററിൽ ബാക്കിയുള്ളതൊരു 2 ഫാക്ടോറിയലാണ്. അപ്പോൾ 1 ഇൻറ്റു 2. ഇനി ഇത് ക്യാൻസൽ ചെയ്യാം. 2 6 ക്യാൻസൽ ചെയ്താൽ 3 കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 7560 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആൻസർ. അതായത് അലഹബാദ് എന്ന് പറഞ്ഞ വേർഡിന് നമുക്ക് 7560 രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് നോക്കുക. താങ്ക് യു.